ഹലോ ഡിയർ സ്റ്റുഡൻസ്, മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ആദ്യത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. 2 ബേസിക് ആയിട്ടുള്ള ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാം. ഒന്ന് 45 45 90 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ 30 60 90 ഡിഗ്രി വരുന്ന 30 60 90, അതുപോലെ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി എന്ന് പറയുന്ന ഈ 2 ട്രയാങ്കിൾ, അതിന്റെ ആംഗിൾ, അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിന്റെ റേഷ്യോ, അതിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് വരാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. 45 ഡിഗ്രി 45 ഡിഗ്രി, ഇത് പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം 90 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ 45ന് ഓപ്പോസിറ്റ് 45 ഡിഗ്രിക്ക് എതിരായിട്ട് 1/1√2 ഈ ഒരു റേഷ്യോയിലാണ് വരിക. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിൽ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ 45 45 90 ഡിഗ്രി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ 45ന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഈ 45യുടെ ഓപ്പോസിറ്റും 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിയ മക്കളെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് √2 ആണ് വരിക. അപ്പൊ നോക്കിയേ, ഒരു 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ അപ്പൊ അടുത്ത 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും 5 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ് വരിക? 5√2 വരും. ക്ലിയർ ആണല്ലോ. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഒരു 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 4 സെന്റിമീറ്റർ ആണെങ്കിൽ അടുത്ത 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും 4 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എത്രയായിരിക്കും? 4√2 ആയിരിക്കും. വെരി ഈസി മൈ ഡിയർ സ്റ്റുഡൻസ്. നൗ ഇനി ഇത് ഞാൻ ഇവിടെ ഈ 45യുടെ ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ 90യുടെ ഓപ്പോസിറ്റ് എന്താ വരിക? 3√2 ആയിരിക്കും. ഇനി ഞാൻ ഈ അടുത്ത എക്സാമ്പിളിൽ 90യുടെ ഓപ്പോസിറ്റ് 4√2 നോക്കി. 90യുടെ ഓപ്പോസിറ്റ് 4√2 വരുമ്പോൾ 45ന്റെ അവിടെ √2 അങ്ങ് ഇല്ലാതെ ജസ്റ്റ് 4 അങ്ങ് എഴുതി വെച്ചാൽ മതി. കാരണം 1/1√2. അപ്പൊ ഇവിടെ 4√2 ഇവിടെ ആണെങ്കിൽ √2 ഇല്ലാതെ 4 എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 90 ഡിഗ്രിയുടെ സൈഡുകൾ എപ്പോഴും √2 5√2 4√2 3√2 4√2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, 5√2 ആണെങ്കിൽ ഇവിടെ √2 ഇല്ലാതെ 5 ഇവിടെ 4√2 ആണെങ്കിൽ √2 ഇല്ലാതെ 4 ഇവിടെ 3√2 ആണെങ്കിൽ ഇവിടെ 3 ഇവിടെ 4√2 ആണെങ്കിൽ ഇവിടെ 4 ബട്ട് ഇവിടെ നിങ്ങൾ നോക്കിയേ, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √2 ഇല്ലാതെ വെറും 8 മാത്രമാണ് ഉള്ളത്. ശരിക്കും അവിടെ 8√2 ആണ് വരേണ്ടത്. 8√2, 8ന്റെ കൂടെ ഒരു √2 കൂടെ വരണം. പക്ഷെ ഇപ്പൊ അവിടെ എന്തില്ല? √2 ഇല്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ, അത് ഈ അവസാനത്തെ 2 മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ആർക്ക് വേണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. 5√2 4√2 3√2 വെരി ഈസി. ബട്ട് അവസാനത്തെ 2 മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഈസിയാണ്, പക്ഷെ ഓർത്ത് വെക്കണം, ഇവിടെ √2 ഇല്ലാത്ത ഒരു നമ്പർ 8 വന്നാൽ നിങ്ങൾ ഇവിടുത്തെ 2 നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് 8നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8നെ നിങ്ങൾ, കാരണം 8ന്റെ കൂടെ ശരിക്കും √2 വരണം. അപ്പൊ നമ്മൾ അത് പെട്ടെന്ന് എക്സാമിന് നമ്മൾക്ക് ഇനി ഒരുപാട് ടൈം എടുക്കണം. നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. 8നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8നെ 2 കൊണ്ട് ഡിവൈഡ് എന്താ കിട്ടുക? 4 കിട്ടും. ആ 4ന്റെ കൂടെ റൂട്ട് എഴുതി കൊടുക്കുക. 4√2. ഇവിടെ 4√2 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 4√2 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞേ, ഇവിടെ 10 ആണല്ലേ. ഇവിടെ 10 ആണെങ്കിൽ ശരിക്കും 10√2 ആണ് വരേണ്ടത്. പക്ഷെ അവിടെ √2 ഇല്ല. √2 ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്താ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക? പറ 5 കിട്ടും അല്ലേ. അപ്പൊ ഇവിടെ 5 എഴുതുന്നു, 5ന്റെ കൂടെ √2. അപ്പൊ അപ്പുറത്ത് എന്ത് തന്നെയായിരിക്കും? 5√2. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. 45 45 90 ഡിഗ്രി, നിങ്ങൾക്ക് ഇത് എവിടെ ഒരു നമ്പർ തന്നാലും ബാക്കി 2 സൈഡ്സ് ഫില്ല് ചെയ്യാനുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത്. നൗ ഇതുപോലെ ഇവന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവനാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അതാണ് നമ്മുടെ 30 60 90 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. അവിടെ നമ്മൾ എങ്ങനെയാ വരിക? ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഈ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 2 ആണ് വരിക അല്ലേ. സോ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1√3 2 30 60 90 ഡിഗ്രി എങ്ങനെയാ വരിക? 1√3 അപ്പൊ കുറച്ച് എക്സാമ്പിൾ. ഇവിടെ 7, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2. അപ്പൊ ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 7ന്റെ ഇരട്ടി, ഇവിടെ എത്ര വരിക? 14. യെസ്, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 ആണ്. അപ്പൊ ഇവിടെ 7 ആണെങ്കിൽ 7ന്റെ ഇരട്ടി, 7 × 2 14. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ √3. അപ്പൊ ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 7√3. യെസ്. നൗ ഇവിടെ പറഞ്ഞേ, ഇവിടെ 2 8 ഇവിടെയാണ് 8.
ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 7 വന്നപ്പോൾ ഇവിടെ 14. അപ്പൊ ഇവിടെ 14 വരുമ്പോൾ ഇവിടെ 14ന്റെ പകുതി 7 വന്ന പോലെ ഇവിടെ 8 വന്നാൽ 8ന്റെ പകുതി 4. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4√3. യെസ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 10√3, ഇവിടെ 7√3 വന്നാൽ ഇവിടെ 7, ഇവിടെ 4√3 വന്നാൽ ഇവിടെ 4, ഇവിടെ 10√3 വന്നാൽ ഇവിടെ 10, ഇവന്റെ ഇരട്ടി ഇവിടെ 20. കിട്ടിയോ? യെസ്. ഇനി ഇത് നമ്മൾ ഈ അവസാനത്തെ രണ്ടെണ്ണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ കോളത്തിൽ എപ്പോഴും √3 വരുന്നതാ. √3 വന്നില്ല. ഈ √3 അല്ലെങ്കിൽ √3 വരാതെ ശരിക്കും ഇവിടെ 7√3, 4√3, 10√3, അതുപോലെ 15√3, 15√3 വരണമായിരുന്നു. ബട്ട് 15√3 വന്നോ? ഇല്ല. അപ്പൊ 15√3 വന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 15നെ ഡയറക്റ്റ് നേരത്തെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. √2 ഇല്ലാത്തത് കാരണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് √2 എഴുതിയ പോലെ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താ പറ 5. 5ന്റെ കൂടെ ഒരു √3, 5√3. ഇതിന്റെ ഇരട്ടിയല്ലേ ഇവിടെ വരിക? 5ന്റെ ഇരട്ടി എത്രയാ? 10√3. അണ്ടർസ്റ്റുഡ്? ഈസി. നൗ ഇവിടെ 12. √3 ഇല്ല. √3 വരേണ്ട സ്ഥലത്ത് √3 ഇല്ല. √2 ഇല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കൂടെ റൂട്ട് ചെയ്ത് കൊടുക്കുക. √3 ഇല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 12/3, 4. 4ന്റെ കൂടെ √3, അതിന്റെ ഇരട്ടി ഇവിടെ 8√3. യെസ്. അപ്പൊ ഈ ഒരു 2 ഫിഗർ. യെസ്. ഒന്നാമത്തെ നമ്മളൊരു ടേബിൾ വെച്ച് എല്ലാ കേസുകളും പറഞ്ഞു. രണ്ടാമത്തെ നമ്മളൊരു ടേബിൾ വെച്ച് എല്ലാ കേസുകളും പറഞ്ഞു. ഇനി ഇതിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള 2-3 ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നൗ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. നോക്കൂ, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം ABC ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ABCയുടെ പ്രത്യേകത എന്താ? ഇവിടെ 18 സെന്റിമീറ്റർ, ഇവിടെയും 18 സെന്റിമീറ്റർ. അങ്ങനെയുള്ള ട്രയാങ്കിൾ, അങ്ങനെയുള്ള ത്രികോണങ്ങളെ രണ്ട് വശങ്ങൾ, രണ്ട് സൈഡ്സ് അല്ലെ, രണ്ട് സൈഡ്സ് തുല്യമായ ഇത്തരം ത്രികോണങ്ങളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതെന്താണ് ഓർത്തിട്ട് പറഞ്ഞേ? യെസ്, ഐസോസെലസ് ട്രയാങ്കിൾ, അതല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ. അങ്ങനെ ഇവിടെ ഒരു സമപാർശ്വ അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതാണ് ABC. ഇവിടെ 18 സെന്റിമീറ്റർ, ഇവിടെ 18 സെന്റിമീറ്റർ, ഇവിടെ 120 ഡിഗ്രി. യെസ്. അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നിങ്ങൾ കാണേണ്ടത്, യു ഹാവ് ടു ഫൈൻഡ്, നിങ്ങൾ എന്താ കാണേണ്ടത്? നിങ്ങൾ കണ്ടുപിടിക്കണം ലെങ്ത്, നീളം, എന്തിന്റെ? പെർപെൻഡിക്കുലർ അല്ലെ, ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം C to AB. ഈ C എന്ന വെർട്ടെക്സിൽ നിന്നും അതിന്റെ താഴെ കിടക്കുന്ന ABയിലോട്ട് വരക്കുന്ന പെർപെൻഡിക്കുലർ, അതിന്റെ നീളം നിങ്ങൾ കണ്ടുപിടിക്കണം. അടുത്തത് എന്താണ്? അടുത്തത് വളരെ സിമ്പിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ആദ്യം എന്താണ് കാണേണ്ടത്? അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണല്ലോ. അത്തരം ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈ 2 ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഉണ്ടല്ലോ. ഏതാണ് 2 ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ്? ഒന്ന് ACയും ഒന്ന് BCയും. ഈ 2 ഈക്വൽ സൈഡുകൾ ജോയിൻ ചെയ്യുന്ന ഈ വെർട്ടെക്സിൽ നിന്നും ഞാനൊരു പെർപെൻഡിക്കുലർ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ അത് ഈ വരക്കുന്ന ABനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. പോയിന്റ് നമ്പർ 1 മനസ്സിലോട്ട് കയറ്റിക്കോ. എന്താണ്? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണത്തിന്റെ 2 തുല്യവശങ്ങൾ ജോയിൻ ചെയ്യുന്ന ഈ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ ആ ഓപ്പോസിറ്റ് സൈഡിനെ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഇവിടെയുള്ള 120 എന്ന് പറയുന്ന ഈ ആംഗിൾ ഇല്ലേ, അത് നേരെ പകുതിയാവും. അതിനർത്ഥം ഇവിടെ 90 ഡിഗ്രി വരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പോയിന്റിനെ ഞാൻ D എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടുന്ന് A മുതൽ D വരെയുള്ള ദൂരവും D മുതൽ B വരെയുള്ള ദൂരവും തുല്യമാവും, ഈക്വൽ ആവും. അതിന്റെ കൂടെ തന്നെ ഈ 120 മാറിയിട്ട് ഇവിടെ 120 മാറിയിട്ട് ഇതാ ഈ ഒരു ചെറിയ ഭാഗം ഇത് 60 ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ, ഇത് മൊത്തത്തിലാണ് 120. ഞാൻ ഇതാ ഈ കറുപ്പ് കളറിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് മാത്രം, ഇത് നേരെ പകുതിയായിട്ട് ഇത് എത്രയാവും? 60 ഡിഗ്രി ആവും. ഇത് 60ഉം ഇത് 90ഉം ആണെങ്കിൽ തീർച്ചയായും ഇവനായിരിക്കും 30 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ 30, 60,
90 കിട്ടിയില്ലേ? യെസ് കിട്ടി. അവിടെ നമുക്കറിയാം ഈ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആര് കിടക്കുന്നത്? 18. 90ക്ക് ഓപ്പോസിറ്റ് 18 ആണെങ്കിൽ നേരത്തെ ടേബിൾ പഠിച്ചതല്ലേ, 1:√3:2. 1:√3. ഇവിടെ 18 ആണെങ്കിൽ 18ന്റെ പകുതിയാണ് ഇവിടെ വരിക 9. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9√3 വരില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 30ന് ഓപ്പോസിറ്റ് ആയിട്ട് ആര് വരും? 9 വരും. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുമില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ പെർപെൻഡിക്കുലർ ഇതിനെ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ ഈ ആംഗിളിനെ 120 മാറ്റിയിട്ട് 60 ആവും. 60, 90, 30. 30, 60, 90ൽ 90ന്റെ ഓപ്പോസിറ്റ് 18. 2 വരുന്നിടത്താണ് 18. അപ്പോൾ 1 വരുന്നിടത്ത് 18 വരുന്നതിന്റെ പകുതി 9. അപ്പോൾ √3 ഉള്ളിടത്ത് 1√3 2 അല്ലേ, 9√3 എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിവിടെ 30ന് ഇപ്പൊ നമുക്ക് ഈ ലെങ്ത് ആണ് കാണേണ്ടത്, സി മുതൽ ഡി വരെ. അത് എത്ര കിട്ടും? 9 കിട്ടും. അടുത്തത് വളരെ സിമ്പിളാ, ഏരിയ കാണാനാണ്. എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ? ഹാഫ് BH. എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ? ഹാഫ് BH. അവിടെ ഹാഫ് ഇൻറ്റു എച്ച്. ഇപ്പം നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചില്ല, ഈ ട്രയാങ്കിളിന്റെ എച്ച് ആണല്ലോ ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണല്ലോ എച്ച്, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എച്ച് എന്നുള്ളിടത്ത് ഞാൻ 9 എന്ന് കൊടുക്കുക. ഇനി എനിക്ക് ബി കിട്ടണം. ബി കിട്ടാൻ എനിക്കറിയാം എൻ്റെ 60ന്റെ ഓപ്പോസിറ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? 60ന് ഓപ്പോസിറ്റ് 9√3. അപ്പൊ ഇവിടെയും 9√3 അല്ലേ വരിക? 60ന് ഓപ്പോസിറ്റ് ഇതാ, 60ന് ഓപ്പോസിറ്റ് ഇതാ 9√3. അപ്പൊ ഇവിടെ 9√3 ആണെങ്കിൽ ഇവിടെയും 9√3, കാരണം ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പൊ 9√3 9√3 കൂടെ സമ്മ് ചെയ്താൽ 9√3 + 9√3 എത്രയായിട്ട് മാറും? 18√3, 18√3. ഇതല്ലേ ബേസ് ആയിട്ട് വരിക അല്ലേ? ഇതല്ലേ നമ്മുടെ ട്രയാങ്കിൾ. നോക്ക്, ഇതാണ് ട്രയാങ്കിൾ. ഇതാ ഇവിടുന്ന് ഇതുവരെ ബി, ഇവിടുന്ന് ഇതുവരെ എച്ച്. നമുക്ക് ഹാഫ് BH അല്ലേ വേണ്ടത്. അപ്പൊ ഇത് 9√3 + 9√3 18√3. ഇവിടെ 9 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പൊ ഹാഫ് BHനകത്ത് ഹാഫ് ഇൻറ്റു എച്ച് എന്നുള്ളടത്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 9 ആൻഡ് ബി ആയിട്ട് 9√3 + 9√3 ദാറ്റ് ഈസ് 18√3 വരും. നമുക്കിത് കട്ട് ചെയ്യാം. ഈ 2ഉം ഈ 18ഉം കട്ട് ചെയ്താൽ ഇവിടെ 9 വരും. 9 × 9 എന്താണ്? 81 ആണ്. 81ന്റെ കൂടെ ഒരു √3, 81√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാം. 81√3 സെന്റിമീറ്റർ സ്ക്വയർ. നൗ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം, സമയം കളയണ്ട. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എവിടെ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഇവിടെ ഒരു പാരലലോഗ്രാം. എന്താ പാരലലോഗ്രാം? മലയാളം മീഡിയം കുട്ടികൾ എന്താ പറയാ? സമാന്തരീകം അല്ലെ? പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ സമാന്തരീകം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആടാ. ഇതിന്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പാരലലോഗ്രാം അഥവാ സമാന്തരീകം തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി, അഥവാ ഇതിന്റെ ഏരിയയുടെ മലയാളം പരപ്പളവ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നോക്കിയേ, ഒരു സമാന്തരീകത്തിന്റെ ഏരിയ കാണാൻ ബേസ് ഇൻറ്റു ഹൈറ്റ്, ബി ഇൻറ്റു എച്ച് അല്ലെ? ഒരു ത്രികോണം ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് BH. പാരലോഗ്രാം അഥവാ സാമാന്തരീകം, പാരലോഗ്രാം അഥവാ സാമാന്തരീകത്തിന്റെ ഏരിയ കാണാൻ ജസ്റ്റ് B ഇൻറ്റു എച്ച്. ഹാഫ് BH അല്ല, വെറും B ഇൻറ്റു എച്ച്. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ നമുക്ക് ഇതാണ് നമ്മളുടെ ബേസ് ആയിട്ട് B വരിക. അപ്പൊ B കിട്ടി. B എന്നുള്ളത് എത്രയാണ്? B എന്നുള്ളത് എത്രയാണ്? 8 ആണ്. നമുക്ക് H കിട്ടണം. അപ്പൊ H കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ സാമാന്തരീകത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ എങ്ങനെയാ പറ? ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ തുല്യമാണല്ലോ. ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ തുല്യമാണല്ലോ. അതുകൊണ്ട് ഇവിടെയും ആരാണ്? 120. യെസ്, ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ 120. യെസ്. ഓപ്പോസിറ്റ് ഫോർ എ സമാന്തരീകം, ഒരു പാരലലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് 120. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 120. പോയിന്റ് നമ്പർ 1. നൗ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 120 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളുകൾ അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 180 അല്ലേ കിട്ടുക അല്ലെ? ഈ രണ്ട് ആംഗിളുകൾ, ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും, പക്ഷെ ഒരേപോലെ ഇതാ ഇവിടെ വരുന്ന ഇതിനെ വിളിക്കുന്ന പേര്, ഈ ഒരു രണ്ട് ആംഗിളുകൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുക. അപ്പൊ 120 180 ആകണമെങ്കിൽ ഇവിടെ എത്ര വരണം? 60 ഡിഗ്രി വരണം. അപ്പൊ ഇവിടെയാണ് നമുക്ക് ആകെ തന്നത് B ആയിരുന്നു 120. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടെയും 120, ഇവിടെ 120 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ 180. അപ്പൊ ഇവിടെ 60. അങ്ങനെയാണെങ്കിൽ ബേസ് കിട്ടിയിട്ടുണ്ട് 8. ഇനി എനിക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതല്ലേ ഹൈറ്റ്,
ഇതല്ലേ ABCD, ഇതിന് ഞാൻ F എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ F എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ DF അല്ലേ ഹൈറ്റ് ആയിട്ട് വരിക. ഈ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നോക്കിയേ, ഇത് ഞാൻ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ എത്രയാ 60. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി ആരായിരിക്കും 30 അല്ലേ വരിക. നോക്കിയേ 120 ഇവിടെ നമുക്ക് 120, അപ്പോൾ ഓപ്പോസിറ്റ് 120. ഈ 120 ആണെങ്കിൽ ഇവിടെ രണ്ടും കൂടെ കൂട്ടിയാൽ 180, ഇവിടെ 60. ഇനി എനിക്ക് BH B കിട്ടിയിട്ടുണ്ട്. H കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ പെർപെൻഡിക്കുലർ താഴോട്ട് വരച്ചു. DF ആണ് നമ്മളുടെ H. അപ്പോൾ ഇത് 90, ഇത് 60 ആണെങ്കിൽ ഇത് 30. അപ്പോൾ വീണ്ടും നമ്മൾ 30, 60, 90 വന്നില്ലേ? വന്നു. നമുക്കറിയാം 90ന്റെ ഓപ്പോസിറ്റ് 4 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ 8 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 4 സെന്റിമീറ്റർ. യെസ്, 4 സെന്റിമീറ്റർ. 90ന്റെ ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതിയല്ലേ ഇവിടെ വരിക 2. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2√3 അല്ലേ വരിക. കാരണം എന്താ 1:2, √3:2 അല്ലേ. അപ്പോൾ 2 ഉള്ളിടത്ത് 4, അപ്പോൾ 2ന്റെ പകുതി 1 ഉള്ളിടത്ത് 4ന്റെ പകുതി 2, ദെൻ 2√3. അപ്പോൾ നമുക്ക് 60ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 2√3 അല്ലേ വരിക. ഈ 2√3 അല്ലേടാ നമ്മളുടെ ഹൈറ്റ് H. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2√3 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 8 × 2 16√3 ഏരിയ ഈസ് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 2 ഇമ്പോർട്ടൻറ്റ് ട്രയാങ്കിൾ ആണ്, 30, 60, 90, അതുപോലെ 45, 45, 90. അതിനെ വെച്ചിട്ട് നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു, ഒരു പാരലോഗ്രത്തിന്റെ area കണ്ടുപിടിച്ചു. Now we are moving to the next question that we are going to find the area of rhombus. Area of rhombus. What is mean by area of rhombus? Area of rhombus. Rhombusന്റെ മലയാളം എന്താ? സമഭുജ സാമാന്തരികം. സമഭുജ സാമാന്തരികം, അതായത് ഒരു സാമാന്തരികമാണ്, അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഒരു സാമാന്തരികമാണ്, അതിന്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. So this is rhombus. This is called rhombus. സമഭുജ സാമാന്തരികം. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതാണ് ഫിഗർ. യെസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ½ × d1 × d2. ഇവിടെ d1 ഉം d2 എന്താ? d1 ഉം d2 ഉം ഇതിന്റെ ഡയഗണൽസ്, ഇങ്ങോട്ടും വികർണം. ഡയഗണൽ, വികർണം എന്ന് മലയാളത്തിൽ പറയും അല്ലെ. ഡയഗണലിന്റെ മലയാളം എന്താടാ? വികർണം. യെസ്. അപ്പൊ നമുക്ക് ½ × d1 d2. അപ്പൊ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് d1 ഉം d2 ഉം കണ്ടുപിടിച്ചാൽ റോംബസിന്റെ അഥവാ സമഭുജ സാമാന്തരികത്തിന്റെ ഏരിയ കിട്ടും. ഇപ്പൊ ക്ലാസ് നമ്മൾ കണ്ടന്റ് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന കാരണം സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളുടെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ യൂട്യൂബ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അൺനെസസറി ആയിട്ട് കോമഡി അത് ഇതൊക്കെ പറഞ്ഞിട്ട് സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് കണ്ടന്റ് മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് സ്പീഡ് കൂടുതലായിട്ടൊക്കെ തോന്നുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്തിട്ട് കാണുക കേട്ടോ. ഓക്കെ, ആൻഡ് ക്ലാസ്സുകൾ നിങ്ങൾ ബാക്കിയുള്ള കുട്ടികൾക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ലൈവ് ഡിസ്കഷൻസിൻ്റെ നമ്മളുടെ വീക്കിലി വൺസ് ട്വൈസ് ആയിട്ടുള്ള ലൈവ് ഡിസ്കഷൻസ് ഉണ്ടാവും. അത് സൂമിലായിരിക്കും നടക്കുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ വരും. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങളെ A+ കിട്ടുന്നത് വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. now നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ റോംബസ് ഫൈൻഡ് ഏരിയ ½ d1 d2. യെസ്. അപ്പോൾ ഇവിടെ 120 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇവിടെയും 120 അല്ലേടാ. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ 120. ഇനി എനിക്ക് വേണ്ടത് ഇവനാണ് എൻ്റെ d1, ഇവനാണ് എൻ്റെ d2. ഈ റോംബസ് അഥവാ സമഭുജ സാമാന്തരികം, റോംബസ് അഥവാ സമഭുജ സാമാന്തരികം, ഇതിൻ്റെ ഡയഗണലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ വികർണകൾ പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അതായത് 90 ഡിഗ്രിയിൽ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. ഈ സമഭുജ സാമാന്തരികത്തിൻ്റെ ഈ ഒരു റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിന്റെ വികർണങ്ങൾ, ഡയഗണലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെങ്ങനെ കട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഈ പോയിന്റ് ഞാനിപ്പം ഒരു O എന്ന് കൊടുക്കുകയാണെങ്കിൽ
എ മുതൽ ഒ വരെയുള്ള ദൂരവും ഒ മുതൽ സി വരെയുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. സിമിലർലി രണ്ടാമത്തെ ഡയഗണലിന്റെ ഡി മുതൽ ഒ വരെയുള്ള ദൂരവും ഒ മുതൽ ബി വരെയുള്ള ആദ്യത്തെ ഡയഗണൽ ഫോർ D1 സംബന്ധിച്ചിടത്തോളം എ മുതൽ ഒയും ഒ മുതൽ സിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഡി മുതൽ ഒയും ഒ മുതൽ ബിയും രണ്ടാമത്തെ ഡയഗണൽ അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിക്കാരും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 120 ആണല്ലോ. അപ്പോൾ 120യുടെ പകുതിയാണ് ഇവിടെ വരിക. 120യുടെ പകുതി എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയായിട്ട് വരും? 60 ഡിഗ്രി ആവും. ഈ ഷെയ്ഡ് ചെയ്ത ഈ ചെറിയൊരു ഭാഗം മാത്രം ഈ ഒരു ട്രയാങ്കിൾ ഞാൻ വേണമെങ്കിൽ കളർ മാറ്റി കാണിച്ചു തരാം. യെസ്, ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പം ഇവിടെ 60 ഡിഗ്രി. ഓക്കെ, ഇത് ഓൾറെഡി എത്രയാ? 90 ഡിഗ്രി. യെസ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ഡയഗണലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു സൈഡ് തന്നിട്ടുണ്ട്. ആ സൈഡ് ഞാൻ ക്വസ്റ്റിനകത്ത് എഴുതാൻ വിട്ടുപോയതാണ് എന്നാണ്. യെസ്, നമുക്ക് ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. ഞാനത് വിട്ടുപോയതാണ്. ഈ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് 6 സെൻറ്റിമീറ്റർ, അത് പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ ഞാനത് ബ്ലാക്ക് കളറിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു സൈഡ് തന്നിട്ടുണ്ട്, അത് ഞാൻ എഴുതാൻ മറന്നു പോയതാണല്ലോ. യെസ്, തിരിച്ചു വരാം. യെസ്, ബ്ലാക്ക് കളർ എവിടെ എൻ്റെ ബ്ലാക്ക് കളർ? യെസ്, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കിയേ, ഈ ഒരു ട്രയാങ്കിൾ മാത്രം ഞാൻ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 60, 90, 30. അപ്പോൾ നമ്മൾ 30, 60, 90ൽ നമുക്ക് ഓൾറെഡി ആകെ അറിയുന്നത് 90ൻ്റെ ഓപ്പോസിറ്റ് ആരാ? 6 അല്ലേ? യെസ്, 90ൻ്റെ ഓപ്പോസിറ്റ് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പകുതിയല്ലേ ഇവിടെ വരിക? 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3√3 അല്ലേ വരിക? നമുക്കറിയാം 1:√3:2 അല്ലേടാ. അപ്പോൾ 2 ഉള്ളിടത്ത് 6, അപ്പോൾ അതിൻ്റെ പകുതി 3, അതിൻ്റെ കൂടെ √3. അപ്പോൾ നമുക്ക് മനസ്സിലായി 30ൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ഇവിടെ എഴുതാട്ടാ. 30ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 3 ആണ്. 60ൻ്റെ ഓപ്പോസിറ്റ് 3√3 ആണ്. ഓക്കെ, 30ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്, 60ൻ്റെ ഓപ്പോസിറ്റ് 3√3. ഇത് 3√3 ആണെങ്കിൽ ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. ഇതും 3√3 ആയിരിക്കും. ഇത് 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഡയഗണൽ D1 എന്ന് പറയുന്നത് 3+3. എന്താടാ 3+3? ഞാൻ ബ്ലാക്കിൽ ചെയ്താട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ക്രീനിൽ ചിലപ്പോൾ വിസിബിൾ ആവില്ല. 3+3 എത്രയാ? 6 കിട്ടും. 3+3 6 കിട്ടും. ഇത് 6 ആട്ടോ. ഒരു മിനിറ്റ്. ഇതെന്താ അറിയോ? ഇത് 6 ആദ്യത്തെ ഡയഗണൽ D1. ഓക്കെ, 3+3. രണ്ടാമത്തത് D2 എന്ന് പറയുന്നത് ഇവിടെ 3√3, ഇവിടെയും 3√3. അപ്പോൾ 3√3 + 3√3 എത്രയാണ്? 6√3. അപ്പോൾ D1 കിട്ടി, D2 കിട്ടി. അപ്പോൾ ഹാഫ് D1 6 × D2 6√3. ഈ 6ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 വരും. 3 × 6 18√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. യെസ്, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മെയിൻലി ഇത്രയും കാര്യങ്ങളാണ്. സോ 30, 60, 90, 45, 45, 90 എന്ന് പറയുന്ന 2 ട്രയാങ്കിൾ, അത് വെച്ചിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കാണാനും ഏരിയ കാണാനും, ദെൻ ഒരു പാരലോഗ്രത്തിൻ്റെ ഹൈറ്റ് ഏരിയ കാണാൻ, അതുപോലെ ഒരു റോംബസിൻ്റെ ഏരിയ കാണാൻ. ഇനി അടുത്ത സെഷനകത്ത് നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് sin x, cos x, tan x എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആയിരിക്കും പറയുക. ആൻഡ് മൂന്നാമത്തെ പാർട്ടിൽ നമ്മളുടെ ആംഗിൾ ഓഫ് എലവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പറയാം. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളെ A+ ഉറപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.